തല്ലുകൊള്ളി ഈറ്റിംഗ് ചലഞ്ച്. കഴിച്ചാൽ മതി. ഇതിനെത്ര സ്പീഡ് കഴിക്കാം. വേണം വണ്ടി കയറി ദുബായിക്ക് പോവാൻ. ആറ്റ ഫസ്റ്റ് കഴിച്ചു നല്ല സലാഡ്, നല്ല പപ്പടം, നല്ല റൈസ്, നല്ല ബീഫ്. ഈ ബീഫിലൊരു സാധനം അധികം ഇട്ടുണ്ട്. എന്തിട്ടെന്നറിയോ? അറിയില്ല. എന്നാലും ഊഹിച്ചോ? അറിയില്ല, പറ. ഞാളവിടെ മിണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ട്. സാധനം കറുവട്ടയാണോ? കറുവട്ട അതെന്താ? കറുകപ്പട്ടാണോ? ആ കറുവപ്പട്ട. അതാണ് ഞാൻ കറുവട്ട കറുവട്ട. ബീഫ് ഉണ്ടാക്കിയത് ഇപ്പൊ വെള്ളം കുടിക്കുന്ന ആളാണ്. ഈ ബീഫ് കറിയുടെ റെസിപ്പി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഇടാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. നല്ല ടേസ്റ്റാ. നമുക്ക് മനസ്സിലാവും കഴിക്കണം കാണണം. പിന്നെ ഒരു നേരം പോലും കഴിക്കാണ്ടിരിക്കണില്ല. എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാ. ആദ്യം കഴിയും. ബിരിയാണി കേട്ടാ, ബിരിയാണി ഉണ്ടാക്കിയത് അമ്മയാ. മുളക് അടിച്ചു തോന്നുന്നു. എനിക്ക് ഈറ്റിംഗ് ചാലഞ്ച് ആട്ടോ, സ്ലോ അല്ല, സ്പീഡാണ്. ബിരിയാണി നമ്മൾ റിലേ ചെയ്യണ പോലെ ചെയ്യണം. പയ്യെ തിന്നാ പനയും തിങ്ങാം. പക്ഷെ ഇത് ഏറ്റവും ഫസ്റ്റ് കഴിയണ ആളാണ്. പയ്യെ തിന്നാ പനയും തിങ്ങാം. ആളുടെ ആദ്യം കഴിയും നോക്കാം നമുക്ക്. രണ്ടാളുടെയും കഴിയാറായിട്ടുണ്ട്. എന്റെ ഒരു മലയാ. ആളുടെ ആദ്യം കഴിയും. ചേട്ടാ കഴിക്ക് കഴിക്ക് കഴിക്ക്. ഇപ്പൊ കഴിയും. പതുക്കെ കഴിയും പിള്ളേരെ. ആദ്യമായിട്ട് ഞാൻ ജയിച്ചു. സെക്കൻഡ് കിട്ടി ഒരാൾക്ക്. ഞാൻ ഇപ്പോഴൊന്നും കഴിയുന്നെനിക്ക് തോന്നണല്ലേ. എന്തായാലും വിജയിനെ പ്രഖ്യാപിച്ചു. ഞാൻ തോറ്റു. വിജയ് കൈ പൊക്കുക. സെക്കൻഡ് തേർഡ് ഇതുവരെ കേട്ടിട്ടില്ല. എന്നാലും അറിയാലോ തേർഡ് ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ ബിരിയാണിയാണ്. സൂപ്പർ ബിരിയാണിയാണ്. ഇതും കൂടി എടുത്തോ, ഇതും കൂടി എടുത്തോ. അത് വേണ്ട, മതി. നല്ല നാളെ ഇരുപത്തൊക്കെ ഇട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫ് എങ്ങനെയായിരുന്നു ആള്? ബീഫ് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്. ബൈ.